ഇതാ ഈ കാണുന്നത് പോലെ ഭയങ്കരമായി മഴ പെയ്യുമ്പോൾ നമ്മുടെ വീടിന്റെ ചുവരുകളിൽ പതുക്കെ നനവ് പടരുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദ്യം ഒരു ചെറിയ ഈർപ്പമായും പിന്നെ അത് പതുക്കെ വലുതാകുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പെയിന്റ് പൊളിയാനും തുടങ്ങും. ചിലപ്പോൾ കറുത്തതോ പച്ചയോ ആയ പാടുകളും കാണാം. പക്ഷേ ഈ വെള്ളം എവിടെ നിന്നാണ് ശരിക്കും വരുന്നത്? മഴവെള്ളം ചുവരിലൂടെ അകത്തേക്ക് കയറുന്നതാണോ അഥവാ അല്ലെങ്കിൽ ചുവരിനുള്ളിൽ തന്നെ എന്തെങ്കിലും സംഭവിക്കുന്നതാണോ? ഇത് നമുക്ക് വളരെ പതുക്കെ മനസ്സിലാക്കി അതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് നോക്കിയാലോ? അതിനു മുന്നേ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചുവർ വെറും ഒരു സോളിഡ് ബ്ലോക്ക് മാത്രമല്ല. ആദ്യം ഈ ചുമര് ഒന്ന് അടുത്ത് നിന്ന് നമുക്ക് നോക്കാം. പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇതൊരു സോളിഡ് ബ്ലോക്ക് പോലെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഉള്ളിൽ വളരെ ചെറിയ പോർസും ഗ്യാപ്സും ഉണ്ടാകാം. ഇവ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറുതായിരിക്കും. അപ്പോൾ വെള്ളത്തിന് ഇവിടെയൊക്കെ ചെറിയ വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. അതായത് ചുമർ ഒരു വലിയ സ്പോഞ്ച് പോലെ അല്ലെങ്കിലും ചില ബിൽഡിംഗ് മെറ്റീരിയൽസിന് ചെറിയ അളവിൽ വെള്ളം അബ്സോർബ് ചെയ്യാനും അതിലൂടെ മോയ്സ്ചർ സഞ്ചരിക്കാനും കഴിയും. ഇനി മഴവെള്ളം ചുവരിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി മഴ നേരിട്ട് ചുവരിൽ പതിക്കുന്നത് കാണാം. ഒരു ശക്തമായ മഴയിൽ കുറച്ച് വെള്ളം ചുമരിന്റെ പുറത്ത് പതിച്ചിട്ട് അത് താഴേക്ക് ഒഴുകിപ്പോകും. പക്ഷെ ചുമരിന്റെ സർഫസിൽ ചെറിയ ക്രാക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് ശരിയായി ചെയ്തിട്ടില്ലെങ്കിൽ വെള്ളത്തിന് ആ ചെറിയ വഴികളിലൂടെ അകത്തേക്ക് കടക്കാൻ കഴിയും. ഇവിടെ ഈ ചെറിയ ക്രാക്ക് ഒന്ന് ശ്രദ്ധിച്ചില്ലേ? നമുക്ക് വളരെ ചെറുതായി തോന്നുന്ന ഈ ക്രാക്ക് പോലും വെള്ളത്തിനൊരു പാത്വേ ആയി മാറാം. അതുപോലെ തന്നെ റൂഫും ഭിത്തിയും ചേരുന്ന ഭാഗങ്ങൾ, വിൻഡോസിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ, പൈപ്സ് കടന്നു പോകുന്ന സ്ഥലങ്ങൾ, വാട്ടർ പ്രൂഫിംഗ് ഡാമേജ് ആയ ഭാഗങ്ങൾ, ഇവയെല്ലാം മോയ്സ്ചർ അകത്തേക്ക് എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇനി എന്തുകൊണ്ട് പക്ഷെ വെള്ളം എപ്പോഴും താഴേക്ക് മാത്രമല്ല പോകുന്നത്? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. നമ്മൾ സാധാരണയായി കരുതുന്നത് വെള്ളം എപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് മാത്രമേ പോകൂ എന്നല്ലേ? ഗ്രാവിറ്റി കാരണം സാധാരണയായി വെള്ളം താഴേക്കാണല്ലോ ഒഴുകുന്നത്. പക്ഷേ വളരെ ചെറിയ പോർസ് ഉള്ള ചില മെറ്റീരിയൽസ് വെള്ളത്തിന് മറ്റൊരു രീതിയിൽ സഞ്ചരിക്കാൻ കഴിയും. ഇതിനെയാണ് കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു ചെറിയ ട്യൂബ് എടുത്ത് അതിൽ വെള്ളം വെച്ചാൽ ട്യൂബ് വളരെ ചെറുതാകുമ്പോൾ വെള്ളം അതിനുള്ളിൽ കുറച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങും. ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ടൈനി പോർസിലും ഇതിന് സമാനമായ ഒരു എഫക്റ്റ് ഉണ്ടാകാം. അതുകൊണ്ട് ഗ്രൗണ്ടിനോട് ചേർന്ന ഭാഗങ്ങളിൽ മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് ചില സാഹചര്യങ്ങളിൽ ചുമരിന്റെ പോർസിലൂടെ പതുക്കെ മുകളിലേക്ക് സഞ്ചരിക്കും. ഇതിനെയാണ് പലപ്പോഴും റൈസിംഗ് ഡാംപ് എന്ന പ്രശ്നവുമായി ബന്ധപ്പെടുത്തി കാണുന്നത്. അപ്പോൾ ചുവര് മുഴുവൻ നനയുവോ? അങ്ങനെയല്ല. ചുമരിന്റെ മെറ്റീരിയൽസ് എന്താണ്, എത്ര പോറസ് ആണ്, വെള്ളം എത്രയുണ്ട്, ഡ്രെയിനേജ് എങ്ങനെയാണ്, വാട്ടർ പ്രൂഫിംഗ് എങ്ങനെയാണ്, എത്ര സമയം മോയ്സ്ചർ കോണ്ടാക്ട് ഉണ്ടാകുന്നു, ഇതെല്ലാം അനുസരിച്ചാണ് മോയ്സ്ചർ എത്രത്തോളം സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ചില വീടുകളിൽ ഒരു ചെറിയ ഭാഗത്ത് മാത്രം ഡാമ്പ് പാച്ച് കാണുന്നത്. മറ്റു ചില വീടുകളിൽ വലിയൊരു ഭാഗം തന്നെ നനഞ്ഞതായും തോന്നും. ഇനി ഈ ഈർപ്പപ്പാട് എന്തുകൊണ്ട് വലുതാകുന്നു എന്ന് നോക്കിയാലോ? ഇവിടെ ആദ്യം ഒരു ചെറിയ പാട് മാത്രമാണുള്ളത്. പക്ഷെ മോയ്സ്ചർ തുടർച്ചയായി എത്തുകയോ ചുമർ നന്നായി ഉണങ്ങാതിരിക്കുകയോ ചെയ്താൽ ഈ നനവ് കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാം. പ്രത്യേകിച്ച് മഴക്കാലത്ത് പുറത്തെ വായുവിൽ തന്നെ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് ചുമരിലെ മോയ്സ്ചർ ഇവാപറേറ്റ് ചെയ്ത് പുറത്തു പോകുന്നതും ചിലപ്പോൾ മന്ദഗതിയിലാകുകയും അങ്ങനെ വെള്ളം അകത്തേക്ക് വരുന്നു. പക്ഷേ പുറത്തേക്ക് പോകുന്നത് പതുക്കെയാണ്. അതാണ് പ്രശ്നം കൂടുതൽ നീണ്ടു നിൽക്കാൻ കാരണമാകുന്നത്. പിന്നെ പെയിന്റ് എന്തുകൊണ്ട് പൊളിയുന്നു എന്ന് നോക്കിയാൽ ഈ പെയിന്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം ചെറിയ ബബിൾസ്, പിന്നെ സർഫസ് പൊങ്ങുന്നു, അവസാനം പെയിന്റ് പൊളിഞ്ഞു വീഴുന്നു. ഇതിന് പല കാരണങ്ങളുണ്ടാകാം. ചുമരിനുള്ളിൽ മോയ്സ്ചർ ഉണ്ടാകുമ്പോൾ പെയിന്റിനും വാൾ സർഫസിനും ഇടയിൽ അഡിഷൻ കുറയാം. മോയ്സ്ചറിനൊപ്പം ചില സാൾട്ട് സർഫസിലേക്ക് എത്തുകയും അവിടെ ക്രിസ്റ്റലൈസ് ചെയ്യുകയും ചെയ്യാം. ഇതും പെയിന്റ് പൊളിയുന്നതിനും സർഫസ് ഡാമേജ് ഉണ്ടാകുന്നതിനും കാരണമാകാം. അതുകൊണ്ടാണ് ഡാമ്പ് വാൾ പെയിന്റ് അടിച്ചാൽ മാത്രം പ്രശ്നം തീരാത്തത്. വെള്ളം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ആദ്യം കണ്ടെത്തണം. പിന്നെ ഈ കറുത്ത പാടുകളോ? ഇത്തരത്തിലുള്ള കറുത്തതോ പച്ചയോ ആയ പാടുകൾ കണ്ടിട്ടുണ്ടോ? ചുമർ ദീർഘനേരം നനവുള്ളതായി തുടരുമ്പോൾ മോൾഡ് പോലുള്ള ഫംഗി വളരാൻ അനുയോജ്യമായ സാഹചര്യം ഉണ്ടാകാം. പ്രത്യേകിച്ച് മോയ്സ്ചറും വാംത്തും പുവർ വെന്റിലേഷനും ഇവ ഒരുമിച്ചുണ്ടെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാകും. അതുകൊണ്ട് ഡാമ്പ് വാൾ വെറും കാണാൻ മോശം എന്നൊരു പ്രശ്നം മാത്രമല്ല, നനവിൻ്റെ സോഴ്സ് കണ്ടെത്തി അത് നിയന്ത്രിക്കുന്നതാണ് പ്രധാനപ്പെട്ടത്. ഇനി മഴക്കാലത്ത് ഇത് ഇത്രയും കൂടുതലാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതപ്പുറത്ത് വീണ്ടും മഴ ശക്തമാകുന്നത് നമുക്ക് കാണാമല്ലോ. മഴക്കാലത്ത് ഒരു വീടിന് ഒരേ സമയം പല ദിശകളിൽ നിന്നുമാണ് മോയ്സ്ചർ നേരിടേണ്ടി വരുന്നത്. കനത്ത മഴ, റൂഫിൽ പതിക്കുന്ന വെള്ളം, വോൾസിലേക്ക് ഒഴുകുന്ന റൺ ഓഫ്, ഗ്രൗണ്ടിൽ കെട്ടി നിൽക്കുന്ന വെള്ളം, അതോടൊപ്പം ഉയർന്ന ഹ്യൂമിഡിറ്റി.
ഇവയെല്ലാം ചേർന്നാൽ ചുമരുണങ്ങാൻ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ടാണ് മഴക്കാലത്ത് മുമ്പ് ശ്രദ്ധിക്കാത്ത ചെറിയ ഡാമ്പിനെസ് പോലും കൂടുതൽ ഒബ്വിയസായി കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെ തടയാമെന്ന് നമുക്ക് നോക്കിയാലോ. ഇനി ഏറ്റവും യൂസ്ഫുൾ ആയ ഭാഗം, ചുവരിൽ ഈർപ്പം കണ്ടാൽ അതിൻ്റെ മുകളിൽ വീണ്ടും പെയിൻ്റ് അടിക്കുക മാത്രം ചെയ്യരുത്. ആദ്യം മോയ്സ്ചറിൻ്റെ സോഴ്സ് കണ്ടെത്തുക. റൂഫിൽ ലീക്കേജ് ആണോ, അല്ലെങ്കിൽ വോൾസിൽ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ, വിൻഡോ ജനലിൻ്റെ ചുറ്റുമാണോ വെള്ളം കയറുന്നത്, പൈപ്പ് ലീക്കേജ് ഉണ്ടോ, ഗ്രൗണ്ടിൽ നിന്നുള്ള മോയ്സ്ചർ ഉണ്ടോ, ഡ്രെയിനേജ് പ്രശ്നമാണോ, ഇത് കണ്ടെത്തിയതിന് ശേഷം അതിന് അനുയോജ്യമായ റിപ്പയർ ആണ് ചെയ്യേണ്ടത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെന്റിലേഷനും ഒരു റോളുണ്ട്. ചുവര് നനഞ്ഞിരിക്കുന്ന സമയത്ത് നല്ല വെന്റിലേഷൻ ഉണ്ടെങ്കിൽ ഇൻഡോർ എയർ സർക്കുലേഷൻ മെച്ചപ്പെടും. ഹ്യൂമിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മോയ്സ്ചർ ഇവോപ്പറേറ്റ് ചെയ്യാനും സഹായിക്കും. അതുകൊണ്ട് വീടിൻ്റെ വായു സഞ്ചാരം നല്ല രീതിയിൽ നിലനിർത്തുന്നത് യൂസ്ഫുൾ ആണ്. പക്ഷേ വളരെ ഹ്യൂമിഡായ പുറത്തുള്ള വായു നേരിട്ട് അകത്തേക്ക് കൊണ്ടുവരുന്നത് എല്ലാ സാഹചര്യങ്ങളിലും ഡ്രൈയിങ് വേഗത്തിലാക്കണമെന്നില്ല. അതിനാൽ സിറ്റുവേഷൻ അനുസരിച്ചാണ് വെന്റിലേഷൻ ഉപയോഗിക്കേണ്ടത്. ഇനി അവസാനമായി, അടുത്ത തവണ മഴക്കാലത്ത് നിങ്ങളുടെ വീടിൻ്റെ ചുമരിൽ ഒരു ചെറിയ ഈർപ്പപ്പാട് കണ്ടാൽ അത് വെറും ഒരു നനവായി മാത്രം കാണണ്ട. കാരണം ആ ചെറിയ പാടിൻ്റെ പിന്നിൽ വെള്ളം ചുമരിലൂടെ സഞ്ചരിക്കുന്ന ഒരു മുഴുവൻ ജേർണി തന്നെ ഉണ്ടായിരിക്കാം. മഴ പുറത്താണ് പെയ്യുന്നത്, പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുമരിനുള്ളിലാണ് നടക്കുന്നത്.